സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ജൂലൈ മാസത്തിലെ ഇന്ത്യൻ ഓഹരി വിപണിയെക്കുറിച്ചാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷത്തില് ഏതാണ്ട് 90% ജൂലൈയില് നിഫ്റ്റി ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഏകദേശം ഒരു 3.6% ശരാശരി നേട്ടം. അത് ശ്രദ്ധേയമാണ്. അപ്പോ ഈ ഒരു വിശകലനം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വരുന്ന ജൂലൈയില് നമ്മുടെ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ ഒന്ന് നോക്കാം, അല്ലേ? ശരിയാണ്. അപ്പോ ചരിത്രപരമായി നോക്കുമ്പോൾ ജൂലൈ മാസം നല്ലതാണെന്ന് കണ്ടു. ഇപ്പോഴത്തെ അവസ്ഥയോ? വിപണി ഒരു സ്ലോ സോണിന്ന് പുറത്തു വരുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. തീർച്ചയായും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കാണുന്നുണ്ട്. ഇതിന് ആഗോളതലത്തിലെ ചില അനുകൂല വാർത്തകളും പിന്നെ നമ്മുടെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടലും ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ FIIs അവര് വീണ്ടും ഇന്ത്യൻ ഓഹരികൾ വാങ്ങാൻ ഒരു താൽപര്യം കാണിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതെ, അത് വിപണിക്ക് നല്ലൊരു ഊർജം കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ FIIകളുടെ തിരിച്ചുവരവ് അത് കുറച്ചു കാലമായിട്ട് അത്ര സജീവമായിരുന്നില്ലല്ലോ, അവരുടെ ഇടപെടൽ. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കും താങ്കൾ കരുതുന്നത്? അതിപ്പോ പ്രധാനമായും 2 കാര്യങ്ങളാവാം. ഒന്ന്, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഒരു താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം, പിന്നെ അതിന്റെ വളർച്ചാ സാധ്യതകളും. ശരി. 2, മറ്റു വിപണികളിൽ ചില അസ്ഥിരതകളുണ്ട്. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മൂല്യങ്ങൾ കുറച്ചുകൂടി ആകർഷകമായി തോന്നുന്നുണ്ടാവാം അവർക്ക്. ഓക്കെ, അവരിപ്പോ ഏതൊക്കെ സെക്ടറുകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും നോക്കേണ്ടി വരുമല്ലേ? അതെ, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരിയാണ്. ഇനിയിപ്പോ ഈ ജൂലൈ മാസത്തിൽ വിപണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള മറ്റു പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാ? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്ററുകൾ, അതായത് സ്ഥൂല സാമ്പത്തിക സൂചകങ്ങൾ. അതും മെച്ചപ്പെടുന്നു എന്നത് തന്നെ ഒരു പ്രധാന കാര്യം. എണ്ണവില കുറഞ്ഞു നിൽക്കുന്നു. മൺസൂൺ നല്ല രീതിയിൽ കിട്ടുമെന്നാണ് പ്രവചനം. പിന്നെ റിസർവ് ബാങ്കും അതുപോലെ US ഫെഡും പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചില സൂചനകളൊക്കെ നൽകുന്നുണ്ടല്ലോ. അത് കമ്പനികൾക്കും ബാങ്കുകൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അത് ശരിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കമ്പനികളുടെ 1ാം പാദത്തിലെ റിസൾട്ടുകൾ. അത് ഉടനെ വരാൻ പോവുകയാണ്. വിപണി പൊതുവെ നല്ല റിസൾട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ പ്രതീക്ഷകൾ ഒരു പരിധിവരെ ഓഹരി വിലകളിൽ ഇപ്പോഴേ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. ഓക്കെ. അപ്പോ പ്രതീക്ഷിച്ച അത്രയും റിസൾട്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു നിരാശയ്ക്കും സാധ്യതയുണ്ട്. അതായത് നല്ല റിസൾട്ട് വന്നാൽ പോലും ചിലപ്പോൾ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവണമെന്നില്ല. അതെ, അങ്ങനൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വിപണിയിലെ ഫോക്കസ് പതുക്കെ വലിയ കമ്പനികളിൽ നിന്ന് മാറി സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലേക്ക് വരുന്നുണ്ട്. ചെറുകിട ഇടത്തരം കമ്പനികൾ. അതെ, അത് ശരിക്കും മാർക്കറ്റിന്റെ ഒരു ഡെപ്ത് കൂടുന്നതിന്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നതിന്റെ സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ ഇന്ത്യ US വ്യാപാര കരാറിനെക്കുറിച്ചുള്ള വാർത്തകളും പ്രധാനമല്ലേ? വളരെ പ്രധാനം. ജൂലൈ 9 ഒരു പ്രധാന തീയതി. അന്ന് ഒരു അനുകൂല തീരുമാനം വന്നാൽ അത് മാർക്കറ്റിലെ അനിശ്ചിതത്വം കുറയ്ക്കും, നിക്ഷേപകരുടെ ഒരു കോൺഫിഡൻസ് കൂട്ടും. അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം, അല്ലേ? തീർച്ചയായും നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ട്. അതുപോലെ ഈ അദാനി ഗ്രൂപ്പിന്റെ ബോണ്ട് വിൽപ്പന, HDB ഫിനാൻഷ്യലിന്റെ വരാനിരിക്കുന്ന IPO, ഇതൊക്കെ വലിയ തുക സമാഹരിക്കുന്നുണ്ടല്ലോ. അത് ഇന്ത്യയിലെ നിക്ഷേപ താൽപര്യം ഇപ്പോഴും ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഇതെല്ലാം ഒരു ശുഭകരമായ സൂചനകളാണ് നൽകുന്നത്. പക്ഷേ ഈയൊരു ശുഭാപ്തി വിശ്വാസത്തിനിടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റിസ്കുകൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായും, എപ്പോഴും റിസ്കുകളുണ്ട്. ഏറ്റവും പ്രധാനം ആഗോള സാഹചര്യങ്ങൾ തന്നെയാണ്. അമേരിക്കയിലെ പലിശ നിരക്കുകളിൽ എന്ത് സംഭവിക്കുന്നു? മറ്റു രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതയുണ്ടോ? വ്യാപാര യുദ്ധങ്ങൾ വീണ്ടും വരുമോ? അന്താരാഷ്ട്ര സംഘർഷങ്ങൾ. അതെ, അന്താരാഷ്ട്ര സംഘർഷങ്ങൾ. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഇന്ത്യൻ വിപണിയെയും ബാധിക്കാം. അതിന്റെ വേഗത കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെക്ടറുകളും ഒരുപോലെയല്ല മുന്നേറുന്നത്.
ഹോട്ടൽ പോലുള്ള ചില സെക്ടറുകൾ ഇപ്പോഴും കുറച്ചു പിന്നിലാണ്. ശരിയാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നിക്ഷേപകർ ശ്രദ്ധിക്കണം. തീർച്ചയായും. ഓക്കെ. അപ്പോ ഈ ജൂലൈ മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ മോണിറ്റർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ചുരുക്കി പറയാമോ? പ്രധാനമായും 1. ആഗോള സാഹചര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം. 2. ഏതർ സെക്ടറുകൾ പ്രധാനമായും ഓഹരി വിലയിൽ ഇടിച്ചിൽ അനുഭവിക്കുന്നു. 3. എല്ലാ സെക്ടറുകളും ഒരുപോലെയല്ല മുന്നേറുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ ഏത് സെക്ടറാണെന്ന് അറിയണം. 4. മാർക്കറ്റ് താഴ്ന്ന നിലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് പരിഹാരം ചെയ്യാൻ കഴിയണം. പറയാം. 1. നിഫ്റ്റിയുടെ ലെവൽ, പ്രത്യേകിച്ച് 26,000 കടക്കുന്നുണ്ടോ എന്നുള്ളത്. അത് കടന്നാൽ കൂടുതൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. 2. കമ്പനികളുടെ വരുന്ന ലാഭകണക്കുകൾ, റിസൾട്ടുകൾ. അതെ, റിസൾട്ടുകൾ. അവ പ്രതീക്ഷകളെ മറികടക്കുന്നുണ്ടോ? 3. ഇന്ത്യ US വ്യാപാര കരാർ ജൂലൈ 9 എന്തെങ്കിലും വാർത്ത വരുന്നുണ്ടോ? 4. പലിശ നിരക്കുകളെക്കുറിച്ചുള്ള പുതിയ സൂചനകൾ RBIയിൽ നിന്നും US ഫെഡിൽ നിന്നും. 5. ഈ FIA നിക്ഷേപം അവർ തുടർച്ചയായി വാങ്ങുന്നത് തുടർന്നുണ്ടോ എന്നുള്ളത്. ശരി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ചരിത്രം നോക്കുമ്പോൾ ജൂലൈ മാസം ഇന്ത്യൻ വിപണിക്ക് പൊതുവെ അനുകൂലമാണ്. ഇപ്പോഴത്തെ പല സാഹചര്യങ്ങളും അതിനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ആഗോളതലത്തിലെ കാര്യങ്ങൾ എപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് മുന്നിലുണ്ട്. അതെ, ഒരു അനിശ്ചിതത്വം അവിടെയുണ്ട്. അതെ, ഇവർ രണ്ടും തമ്മിലുള്ള ഒരു വടംവലിയായിരിക്കും നമ്മൾ ഈ മാസം കാണാൻ സാധ്യത. ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചരിത്രപരമായ പ്രവണതകളും ഇപ്പോഴത്തെ അനുകൂല ഘടകങ്ങളും ഒക്കെ ചേർന്ന് ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങളെ മറികടക്കാൻ ഈ വരുന്ന ജൂലൈയിൽ നമ്മുടെ വിപണിക്ക് സാധിക്കുമോ? ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു നോക്കാം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.